ചെമ്പനിപ്പൂ സീരിയലിൻ്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് മാലയുടെ പേരിൽ ചന്ദ്രയും അതുപോലെ മഹിമയും കൂടി അടിയുണ്ടാക്കുകയാണ്. ശ്രുതിയുടെ അടുത്ത് ചന്ദ്രമതി കൊടുക്കുന്ന മാലയാണ് ഇടേണ്ടതെന്നും അതുപോലെ തന്നെ മഹിമയും പറയുന്നുണ്ട് തിരിച്ച് ഞാൻ തരുന്ന മാല ഇടേണ്ടതെന്നുള്ള കാര്യങ്ങളെക്കുറിച്ച്. അങ്ങനെ വർഷയാണെങ്കിൽ ആകെ മൊത്തം കൺഫ്യൂഷനിൽ ഇങ്ങനെ നിൽക്കുവാണ്. ആ എപ്പിസോഡിൻ്റെ വിശേഷങ്ങൾ കേൾക്കാത്തവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഐക്കാട്ടിലും അതുപോലെ തന്നെ പിൻ കമന്റായിട്ടും കൊടുത്തേക്കാം കേട്ടോ. ബാക്കി വിശേഷങ്ങൾ നോക്കാം. സച്ചി രേവതിയുടെ അടുത്ത് എന്ന് പറഞ്ഞിങ്ങനെ വിളിക്കുന്നുണ്ട് കേട്ടോ. എന്താന്ന് ചോദിക്കുമ്പോൾ രേവതി എന്ന് ഞാൻ വിളിച്ചത് നിങ്ങളടുത്തല്ല സംസാരിക്കരുതെന്ന് പറഞ്ഞതെന്ന് രേവതി ചോദിക്കുമ്പോൾ എന്നെ കൊണ്ട് പറ്റുന്നില്ല രേവതി ഇങ്ങനെ കുറേ നേരം മിണ്ടാതിരിക്കാൻ വേണ്ടിയിട്ട്. കാറിനകത്ത് കയറിയിട്ട് സ്റ്റാർട്ട് ആവാണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും അതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുള്ള കാര്യം പറയുന്നുണ്ട് കേട്ടോ. അതിന് നിങ്ങളടുത്ത് ആരാ പറഞ്ഞത് കാറിൽ കയറി ഇരിക്കാൻ വേണ്ടിയിട്ട്? നിങ്ങൾക്ക് ഇവിടെ മിണ്ടാതിരുന്നാൽ പോരെ എന്ന് ചോദിക്കുകയാണ്. നിങ്ങൾ മിണ്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമെന്ന് പറയുമ്പോൾ ഞാൻ പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നില്ല. എന്തായാലും മാലയുടെ പേരിൽ പ്രശ്നം അവിടെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാകും. എൻ്റെ അമ്മ പറയും അമ്മ കൊടുക്കുന്ന മാല ഇടണം എന്നുള്ള കാര്യം. അതുപോലെ തന്നെ വർഷയുടെ അമ്മയാണെന്നുണ്ടെങ്കിൽ അവർ കൊടുക്കുന്ന മാല ഇടണമെന്ന്. അങ്ങനെ രണ്ടുപേരും നല്ല അടിയാവും എന്നുള്ള കാര്യം പറയണേ. അതിനിപ്പോൾ എന്താ നിങ്ങൾ നടുവ് പോയിട്ട് പഞ്ചായത്ത് ചെയ്യാൻ വേണ്ടി പോകണമെന്ന് ചോദിക്കാനുണ്ടോ രേവതി? ഞാൻ ഇതിനെ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മൾ ഓഡിയൻസ് ആയിട്ട് നിന്ന് കണ്ടാൽ മതി എന്ന് സച്ചി. എന്നാലും സച്ചിക്ക് ഒരു ടെൻഷൻ കേട്ടോ. എന്താ എന്നുള്ള കാര്യം അറിയില്ലല്ലോ, നീ ഒന്ന് പോയിട്ട് നോക്കിയിട്ട് വാ എന്നുള്ള കാര്യം രേവതിയുടെ അടുത്ത് പറയുമ്പോൾ എന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്ന് പറയണേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും കൂടി ചേർന്നിട്ട് പോയിട്ട് വന്നാലോ? നിങ്ങളടുത്തല്ലേ വാ തുറക്കരുത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറഞ്ഞത്. ഇത്രയും നേരം നിങ്ങൾ മിണ്ടാതില്ലേ ഇരുന്നത്, അതുപോലെ തന്നെ ഇരിക്കെ മിണ്ടി പോരുതെന്ന് പറയണേ. ഭക്ഷണം കഴിക്കുമ്പോൾ വാ തുറന്നോടെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതിന് മാത്രം വാ തുറന്നാൽ മതി. എന്തായാലും മാലയെ പിടിച്ചിട്ട് രണ്ടുപേരും കൂടി കലിതുള്ളി വരുന്നത് അല്പസമയത്തിനുള്ളിൽ കാണാം എന്നുള്ള കാര്യം സച്ചി പറയുമ്പോൾ നിങ്ങളടുത്തല്ലേ മിണ്ടാതിരിക്കാൻ വേണ്ടി പറഞ്ഞെന്ന് പറഞ്ഞിട്ട് സച്ചിയുടെ വായ അടപ്പിക്കുകയാണ് രേവതി. മാലയുടെ അവിടെ എത്തുവാണ് കേട്ടോ. ഈ മാലയാണ് ഇടേണ്ടത്. ഞങ്ങൾക്ക് എന്ത് ചടങ്ങുകൾ നടക്കുന്ന സമയത്തും ഈ മാല ഇടാറെന്നുള്ള കാര്യം മഹിമ പറയുമ്പോൾ അത് നിങ്ങൾ ചടങ്ങ് നടക്കുന്ന സമയത്ത് ഇത് ഞങ്ങളുടെ നാട്ടിൽ നടക്കുന്നതാണ്, അതുകൊണ്ട് ഈ മാല ഇടണമെന്ന് ചന്ദ്രമതി. ഇവർ രണ്ടുപേരുടെ സംസാരം കേൾക്കുമ്പോഴേക്കും വർഷയുടെ ഫ്രണ്ട്സ് ആണെങ്കിൽ പരസ്പരം പറയുന്നുണ്ട് കേട്ടോ, ഇവരെ മാല പ്രശ്നം രണ്ട് സ്റ്റേറ്റ് പ്രശ്നമായിട്ട് മാറ്റല്ലോ എന്നുള്ള കാര്യത്തെക്കുറിച്ച്. അങ്ങനെ മഹിമ പറഞ്ഞല്ലോ ഞങ്ങൾ നടത്തുന്ന ഫംഗ്ഷനാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച്. അതെന്താ മഹിമ നീ അങ്ങനെ പറഞ്ഞത്? ഈ ഫംഗ്ഷൻ വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളടുത്ത് പറഞ്ഞ ഞങ്ങൾ നടത്തില്ലായിരുന്നോ? എന്താ ചന്ദ്ര ഇത്? ശ്രുതിക്കും ചേർത്ത് ചടങ്ങ് നടത്തണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞങ്ങളും എതിർപ്പൊന്നും പറഞ്ഞില്ലല്ലോ. ഈ മാലയ്ക്ക് പോലും നിങ്ങൾ ഒരു വിട്ടുവീഴ്ച ചെയ്യില്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അത് വേറെ കാര്യമാണ് മഹിമേ. എന്നാൽ ഇത് ഞങ്ങളുടെ കുടുംബത്തിന്റെ ഗൗരവ പ്രശ്നമാണ്. ഇത് ഞങ്ങൾക്ക് വിട്ടുതരാൻ വേണ്ടി പറ്റില്ല. ഞങ്ങളുടെ കുടുംബത്തിന് ചില കീഴ്വഴക്കങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഇത് ചെയ്തേ പറ്റുള്ളൂ എന്ന് ചന്ദ്ര പറയുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ 3 മരുമക്കളുണ്ട്, അതിൽ ആർക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. പക്ഷെ ഞങ്ങൾക്കുള്ളത് ആകെ ഒരു മോള് മാത്രമാണ്. നിങ്ങളുടെ വീട്ടിലെ വിശേഷം കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾ ചെയ്തോളൂ മഹിമ. ഇന്ന് ഈ മാല അണിഞ്ഞിട്ട് വേണം വർഷ അങ്ങോട്ടേക്ക് വരാൻ. ഇല്ല പറ്റില്ല, എന്റെ മകള് ഞാൻ പറയുന്നത് മാത്രമേ ചെയ്യൂന്ന് മഹിമ. എന്റെ വീട്ടിലെ മരുമകള് ഞാൻ പറയുന്നതാണ് കേൾക്കേണ്ടതെന്ന് ചന്ദ്ര. എന്താ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മഹിമ ചൂടാവാണ് കേട്ടോ. അപ്പോഴേക്കും ദയവ് ചെയ്തിട്ട് ഒന്ന് മിണ്ടാതിരിക്കോ, സ്റ്റോപ്പ് ഇറ്റ്. നിങ്ങൾ രണ്ടുപേരും എന്താ ചെയ്യുന്നത്? എന്നെ സ്റ്റാച്യു പോലെ നിർത്തിയിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടി എന്താ ആർഗ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഏത് മാല ഇടേണ്ടതെന്നുള്ള കാര്യം ഞാനാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ നീ ഞാൻ പറയുന്നത് കേൾക്കില്ലേ എന്ന് മഹിമ ചോദിക്കും. ചന്ദ്രമതി നീ ആന്റി പറയുന്നതല്ലേ മോളെ കേൾക്കുക? ആദ്യം നിങ്ങൾ രണ്ടുപേരും ഞാൻ പറയുന്നത് കേൾക്ക്. മമ്മി ആ മാല തായെന്ന് പറഞ്ഞിട്ട് മഹിമയുടെ കയ്യിൽ നിന്ന് ആ മാലയും, ആന്റി ആ മാലയും തായെന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതിയുടെ കയ്യിൽ നിന്ന് ആ മാലയും മേടിച്ച് 2 മാല ഇടുകയാണ് കേട്ടോ നമ്മുടെ വർഷ. സന്തോഷമായോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ആയിന്ന് രണ്ടുപേരും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ രണ്ടുപേരും ഫ്രണ്ട്സ് ആയിക്കോളൂ. ചിരിച്ചുകൊണ്ട് ചന്ദ്ര ഇത് കേൾക്കുമ്പോൾ പറയുന്നുണ്ട് കേട്ടോ, എന്റെ മരുമകള് എന്ത് ബുദ്ധിശാലി എന്നുള്ള കാര്യം കണ്ടോ? രണ്ടുപേരുടെ മനസ്സ് വിഷമിപ്പിക്കാതെ അവള് ചെയ്തത് കണ്ടില്ലേ? എന്റെ മോളല്ലേ എന്ന് മഹിമയും. ഓൾറെഡി ഒരുപാട് സ്വർണ്ണം ഇട്ടിട്ടുണ്ട്, അതിന്റെ പുറമെ ഈ മാലയും. ഇനി തലയിൽ വല്ല കിരീടൊന്നും കൊണ്ട് വെച്ചേക്കല്ലേ എന്നുള്ള കാര്യം പറയാണ്. അങ്ങനെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയാണ് കേട്ടോ. അതേസമയം സച്ചിയാണെന്നുണ്ടെങ്കിൽ രേവതിയുടെ അടുത്ത് ഇനിയും കാണുന്നില്ലല്ലോ, ഏത് മാല ഇട്ടിട്ടായിരിക്കും അവള് വരുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച്. എന്താ സച്ചിയേട്ടാ പറയുന്നത്? അവളുടെ അമ്മ പറയുന്ന മാല ഇട്ടിട്ടല്ലേ അവള് വരുള്ളൂ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നിനക്ക് എന്റെ അമ്മയെ കുറിച്ച് അറിയില്ല. അവര് വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കണം എന്നാണ് അവര് വിചാരിക്കുക. ഉള്ളില് ഒരു വലിയ എന്തോ പ്രശ്നം നടക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഇത്രയും സമയം എടുക്കുന്നത് പുറത്തേക്ക് വരാൻ. സച്ചിയേട്ടൻ വെറുതെ ഓരോന്ന് പറയാതെ ഫംഗ്ഷൻ നല്ലപോലെ നടക്കണ്ടേ? അതിപ്പോ ആ മാലയാണ് തീരുമാനിക്കാൻ വേണ്ടി പോകുന്നത്. അങ്ങോട്ട് നോക്ക്. തുടർന്ന് നമ്മുടെ രവിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ അശോകൻ, നമ്മുടെ കൂടെയുള്ളവരെ ആരെയും വിളിച്ചില്ലേ എന്നുള്ള കാര്യത്തെ കുറിച്ചാണ്. ഞാൻ അതിന് മാത്രം ആളെയൊന്നും വിളിച്ചില്ല, കാരണം നമ്മളല്ലല്ലോ ഫംഗ്ഷൻ നടത്തുന്നത്, അയാളല്ലേ എന്നുള്ള കാര്യം ചോദിക്കുകയാണ്. പിന്നെ അയാൾ ഫംഗ്ഷൻ നടത്തുന്നതുകൊണ്ട് അയാൾ തന്നെ ഒരുപാട് ആൾക്കാരെ വിളിച്ചിട്ടുണ്ടാവുമല്ലോ.
പക്ഷേ നമ്മുടെ റേഞ്ചിലുള്ള ആരും ഇല്ലല്ലോ, എല്ലാവരും വലിയ വലിയ ആൾക്കാരാണല്ലോ എന്ന് അശോകൻ പറയുമ്പോൾ അതാ ഞാൻ പറഞ്ഞത്, അയാൾ ഇനിയും മാറിയിട്ടില്ല, അതുപോലെ തന്നെയാണെന്ന്. അത് കഴിഞ്ഞ് സച്ചി 4 ഭാഗം നോക്കുകയാണ് കേട്ടോ. അച്ഛനെ കാണുമ്പോൾ അച്ഛാന്ന് പറഞ്ഞൊരു ഒറ്റ വിളിയാണ്. എന്നിട്ട് രവിയുടെ അടുത്ത് ഇങ്ങോട്ട് വരാൻ വേണ്ടി പറയുന്നുണ്ട്. സച്ചി വിളിച്ചത് പ്രകാരം രവി അരികിലേക്ക് ചെല്ലുവാണേ. കൂടെ അശോകനുണ്ട്. എന്താടാന്ന് ചോദിച്ചുകൊണ്ട്, അച്ഛ വർഷയില്ലേ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. ആ വർഷയുണ്ട്, അവൾ ഇപ്പൊ വരും, വരുന്ന സമയത്ത് എല്ലാവരും നോക്കിക്കോ, ഇപ്പോ തുളസിമാലയാണോ അതോ പൂമാലയാണോ എന്ന് പറഞ്ഞുകൊണ്ട് വലിയൊരു അടി നടക്കാൻ വേണ്ടി പോകുന്നു പറയുമ്പോൾ എന്തൊക്കെയാ മോളെ ഇവൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ് കേട്ടോ രേവതിയുടെ അടുത്ത് രവി. അതൊന്നുമില്ല അച്ഛ, സജ്ജേട്ടൻ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നുണ്ട്. എന്തായാലും നിങ്ങൾ ഇപ്പൊ നോക്കിക്കോ സ്റ്റേജിലേക്ക്, അവര് വരും. അതെന്താ സച്ചി നീ മഴ വരുന്നു പുറത്തേക്ക് നോക്കിക്കോളാൻ വേണ്ടി പറയുന്നത് പോലെ പറയുന്നത്? മഴയും സുനാമിയും എല്ലാം വരാൻ വേണ്ടി പോകുന്നുണ്ട്, അങ്ങോട്ട് നോക്കിക്കോ എന്ന് പറയുമ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങി വരുന്ന മഹിമയാണ്. ഇല്ല വരും ഇപ്പൊ വരും എന്ന് പറയണേ. അങ്ങനെ അടുത്ത ഒരാൾ വരുന്നത് കാണുന്ന സമയം നോക്കിയെന്ന് പറയണേ. പക്ഷെ അത് ചന്ദ്രമതിയാണ്. പിന്നെ നോക്കാൻ വേണ്ടി പറയുമ്പോഴേക്കും അവളുടെ ഫ്രണ്ട്സ് ഒക്കെയാണ് കേട്ടോ ഇറങ്ങി വരുന്നത് വർഷയുടെ. ഈ പെണ്ണ് മാത്രം എന്താ വരാത്തത് സച്ചി ഇങ്ങനെ നോക്കി നിൽക്കുമ്പോഴേക്കും വർഷ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അച്ഛൻ അങ്ങോട്ട് നോക്കുക എന്ന് പറയുമ്പോൾ 2 മാല ഇട്ടിട്ടാണ് വർഷ ഇറങ്ങി വരുന്നത്. ഈ പെണ്ണെന്താ 2 മാല ഇട്ട് വരുന്നതെന്നുള്ള കാര്യം വർഷയെ കാണുന്ന സമയത്ത് സച്ചി ചോദിക്കുമ്പോൾ അതിനെന്താടാ 2 മാല ഇട്ടിട്ട് അവളെ കാണാൻ മഹാലക്ഷ്മിയെ പോലെ ഉണ്ടെന്നുള്ള കാര്യം പറയുകയാണേ. പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആ പെണ്ണ് 2 മാല ഇട്ട് വന്നതാണെന്നുള്ള കാര്യം സച്ചി പറയുന്നുണ്ട് കേട്ടോ. വർഷ ബുദ്ധിശാലിയാണ്, എങ്ങനെ പ്രശ്നം പരിഹരിച്ചെന്നുള്ള കാര്യം കണ്ടില്ലേ എന്നുള്ള കാര്യം ചോദിക്കുകയാണേ. അങ്ങനെ എല്ലാവരും കൂടി മുന്നിലേക്ക് ഇങ്ങനെ നിൽക്കുന്നുണ്ട് സ്റ്റേജിന്റെ. അപ്പോഴേക്കും ചന്ദ്രമതി വന്നിട്ട് പറയുന്നുണ്ട് കേട്ടോ, നമ്മുടെ മരുമകള് ബുദ്ധിശാലിയാണ് എന്നും ഞാൻ പറഞ്ഞു പൂമാല ഇടണം എന്നുള്ള കാര്യത്തെക്കുറിച്ച്. എന്നാ മഹിമയാണെന്നുണ്ടെങ്കിൽ തുളസിമാല ഇടണം എന്നുള്ള കാര്യം പറഞ്ഞു. 2 പേരുടെയും മനസ്സ് വിഷമിക്കരുതെന്ന് കരുതിയിട്ട് അവള് 2 മാല ഇട്ടു എന്നുള്ള കാര്യം വലിയ പെരുമയോട് കൂടിയിട്ട് പറയുന്നുണ്ട് ചന്ദ്രമതി. അത് നല്ല കാര്യമില്ലെന്ന് കേൾക്കുമ്പോൾ ചന്ദ്രന്റെ അടുത്ത് രവിയും പറയുന്നുണ്ട്. അങ്ങനെ വർഷയെ പിടിച്ച് പൊക്കുന്നുണ്ടല്ലോ. ആ സമയത്ത് രേവതി അവിടെ നിൽക്കുന്നത് കാണുമ്പോൾ ഈ ഗുണമൊക്കെ എങ്ങനെ കിട്ടിയെന്നുള്ള കാര്യം അറിയോ? അത് വലിയ വീട്ടിൽ നിന്ന് വന്നവർക്കാണ്, ഒന്നുമില്ലാത്ത കുടുംബത്തിൽ നിന്ന് വന്നവർക്കൊന്നും ഈ ഗുണം ഉണ്ടാവില്ല എന്ന് രേവതിയെ നോക്കി പറയാണേ. എന്നാൽ ഇത് കേൾക്കുമ്പോൾ രവി പറയുന്നുണ്ട്, നല്ല ഗുണം എന്നുള്ളത് വലിയ വീട്ടിൽ നിന്ന് വന്നാൽ മാത്രം പോരാ, ഒരാളുടെ അടുത്ത് എങ്ങനെ സംസാരിക്കുന്നു, ഒരാളെ എങ്ങനെ കാണുന്നു എന്നൊക്കെയാണ് അതിന്റെ മുതൽ ഉദാഹരണമാണ് രേവതി. അവളെ പോലെ തന്നെ വർഷയും അത് മനസ്സിലാക്കി നടക്കുന്നു. ഇത് കേൾക്കുമ്പോൾ ചന്ദ്രമതി ആകെ എന്തോ പോലെ ആവുന്നുണ്ട്. പക്ഷെ രേവതിയെ കുറിച്ചിട്ട് നല്ല കാര്യം രവി പറയുന്നത് കേൾക്കുമ്പോൾ രേവതിയുടെ കണ്ണൊക്കെ നിറയുന്നുണ്ട് കേട്ടോ. തുടർന്ന് രേവതിയുടെ അടുത്ത് വാ എന്ന് പറഞ്ഞിട്ട് സച്ചി കൂട്ടി പോവാണ്. എന്തായാലും സമയമാവുന്നുണ്ട്. ഉടനെ തന്നെ വർഷയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ ഇല്ല ശ്രുതിയാണ് മൂത്തവള്, അതുകൊണ്ട് അവൾക്ക് വേണം ആദ്യം കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനിയും ശ്രുതിയുടെ അച്ഛനെ കണ്ടില്ലല്ലോ എന്ന് ചന്ദ്രമതി പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് വർഷയെ സ്റ്റേജിലേക്ക് വിളിച്ചെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അയ്യോ ഞാൻ വിളിച്ചതൊന്നുമല്ല, അവളുടെ ഫ്രണ്ട്സിന്റെ എല്ലാവർക്കും കൂടെ കൂടിയിട്ട് സ്റ്റേജിൽ നിന്ന് ഫോട്ടോ എടുക്കണം എന്നൊക്കെ പറഞ്ഞു, അതുകൊണ്ട് അവള് വന്നതാണ്. ഓ അത് ശരി എന്നുള്ള കാര്യം രവിയും. അത് കഴിഞ്ഞ് ശ്രീകാന്ത് വർഷയ്ക്ക് അരികിലേക്ക് വരുന്നുണ്ട് കേട്ടോ. നീ എന്താ വർഷ 2 മാലയൊക്കെ ഇട്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഈ 2 മാലയും ഞാൻ അണിഞ്ഞിട്ട് വലിയൊരു വാറ് തന്നെ ഒഴിവാക്കിയെന്ന് പറയാണേ. അതൊക്കെ ഞാൻ പിന്നെ പറയാം. എന്തായാലും നന്നായിട്ടില്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നന്നായിട്ടുണ്ടെന്ന് പറയാണേ. അങ്ങനെ ശ്രീകാന്ത് അവിടുത്തെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോഴേക്കും വർഷയാണെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് പോവാണ് കേട്ടോ ചെയ്യുന്നത്. വീണ്ടും സച്ചി വിചാരിക്കുന്നുണ്ട് ഈ മാലയുടെ പേരിൽ വലിയൊരു പ്രശ്നം വരുന്നുള്ള കാര്യം വിചാരിച്ചു. ഇപ്പൊ എന്തിനാ സച്ചിയേട്ടൻ നല്ലൊരു പ്രശ്നം ഉണ്ടാവുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്? ഫംഗ്ഷൻ നല്ലപോലെ നടക്കണ്ടേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അല്ല, നടക്കുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ ഒരു ഊഹം പറഞ്ഞെന്ന് പറയുമ്പോൾ നിങ്ങൾ ഊഹം ഒന്നും പറയണ്ട, മിണ്ടാതെ അവിടെ ഇരുന്നാൽ മതി എന്ന് രേവതി. തുടർന്ന് രവിയും അതുപോലെ അശോകനും അവിടെ പോയിരിക്കുന്നുണ്ട്. അതേസമയം ശ്രുതിയുടെ അച്ഛൻ ഇതുവരെ വന്നില്ലല്ലോ, ഇവള് കുറച്ച് കൂടുതലൊക്കെ ചെയ്യുന്നുണ്ട്, ഇതുവരെ റെഡി ആയിട്ടുമില്ല, എന്തൊക്കെയാണാവോ എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് അവരുടെ അടുത്തേക്ക് പോവാണ് കേട്ടോ ചന്ദ്ര. അതേസമയം 2 പേരവിടെ നിൽക്കുന്നുണ്ട്. അവരുടെ അടുക്കിലേക്ക് മഹിമ ചെന്നിട്ട് പറയുന്നുണ്ട്, ഏട്ടാ ഞാൻ പറഞ്ഞ ആൾക്കാർ ഇവരാണ്. എന്നിട്ട് അവർക്ക് സച്ചിയെ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഷർട്ടിന്റെ കളറൊക്കെ പറഞ്ഞിട്ട് ശരിയെന്ന് പറഞ്ഞിട്ട് അവർ 2 പേരും അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് ഇവര് പറഞ്ഞ പോലെ ചെയ്യുമെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ ഇവർ കാരണം ഇടയ്ക്കിടയ്ക്ക് ഓരോരോ പ്രശ്നങ്ങൾ വരുന്നുണ്ട്, കുറച്ച് കാശ് കൊടുത്തത് കൊണ്ട് അവർ വെടിപ്പായിട്ട് കാര്യങ്ങൾ ചെയ്തോളുന്ന മഹിമ മധുസൂദന്റെ അടുത്ത് പറയുകയാണേ. അങ്ങനെ അയാൾ സച്ചിക്ക് അരികിലേക്ക് ഫോൺ ചെയ്തിട്ട് ഇങ്ങനെ ചെല്ലുന്നുണ്ട് കേട്ടോ. കുറച്ചു നേരം ഫോണൊക്കെ ചെയ്തതിന് ശേഷം സച്ചിയുടെ കാലിന് ചവിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അറിയാത്ത പോലെ ചവിട്ടുന്ന പോലെയാണ് അയാൾ കാണിക്കുന്നത്. പക്ഷെ സച്ചിക്ക് ഭയങ്കരമായിട്ട് വേദനിച്ചിട്ട് എന്നൊക്കെ മുരങ്ങുന്നുണ്ട്. സച്ചിന്റെ അടുത്ത് മിണ്ടാതിരിക്കാനല്ലേ പറഞ്ഞത്, മര്യാദയ്ക്ക് അവിടെ മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞിട്ട് മിണ്ടാതിരിക്കാൻ പറയാണ്. അങ്ങനെ അയാൾ ചവിട്ടുന്ന സമയത്ത് സച്ചി ആ വേദന കടിച്ചു പിടിച്ചിങ്ങനെ നിൽക്കുവാണ് കേട്ടോ. അതുകൊണ്ട് നിൽക്കുകയാണ്. വേദന സഹിക്കുന്ന സച്ചിയെ നമ്മുടെ മഹിമ കാണുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ചിരിച്ചിങ്ങനെ നിൽക്കുവാണേ. അങ്ങനെ വേദന സഹിക്കാൻ പറ്റാതെ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് പറഞ്ഞ് കൈ കൂപ്പുവാണേ.
എന്താന്ന് അയാൾ ചോദിക്കുമ്പോൾ ചേട്ടാ ആ കാലൊന്ന് ദയവ് ചെയ്തിട്ട് എടുത്ത് മാറ്റുമെന്ന് പറയാണ്. അപ്പോഴേക്ക് രേവതിയും കാണുന്നുണ്ട്. എന്താ ചേട്ടാ കാല് വെച്ചത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല, എടുത്ത് മാറ്റുമെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്ക് രേവതിയുടെ അടുത്ത് വേണ്ട വേണ്ട എന്ന് പറയാണ്. പക്ഷെ ഇയാളാണെന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും സജിയെ ദേഷ്യം പിടിപ്പിക്കണല്ലോ, നിനക്ക് എന്നെ അടിക്കാൻ വേണ്ടി തോന്നുന്നുണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുകയാണ്. നിനക്കെന്താ ദേഷ്യം വരുന്നുണ്ടോ? അങ്ങനെ അയാളുടെ സംസാരം കേൾക്കുമ്പോൾ സജി ചിരിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് കൈകൂപ്പിയിട്ട് ശരി എന്ന് പറഞ്ഞിട്ട് ഇതാക്കുവാണ്. അവരുടെ പ്ലാൻ അങ്ങ് സക്സസ് ആയില്ല കേട്ടോ. സച്ചി കാലിനെ ചവിട്ടുന്നത് കണ്ടിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമെന്ന് വിചാരിച്ചും കൊണ്ട് അവിടെ കാത്തു നിൽക്കുവാണ് നമ്മുടെ മഹിമ. പക്ഷെ ഒന്നും മിണ്ടാതെ സച്ചി അവിടെ ഇരിക്കുകയാണ്. അവര് പോയി കഴിഞ്ഞതിന് ശേഷം രേവതിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അയാള് ഷൂ ഇട്ടിട്ട് നിങ്ങളുടെ കാലിങ്ങനെ ചവിട്ടി മെതിച്ചല്ലേ, അയാളെ ഞാൻ എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് കാണുന്നൊക്കെ പറഞ്ഞിട്ട് പോകാൻ നിൽക്കുന്ന രേവതിയെ പിടിച്ചിട്ട് അവിടെ ഇരുത്തുവാണ് കേട്ടോ സച്ചി. കാല് ഇത്രയ്ക്കും ചവിട്ടി വേദനിപ്പിച്ചിട്ട് നിങ്ങൾക്ക് വാ തുറന്ന് പറഞ്ഞൂടെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ സച്ചി കൈ കൂപ്പിയിട്ട് അവിടെ ഇരിക്കുന്ന രേവതിയുടെ അടുത്ത് കാണിക്കുകയാണ്. നീയല്ലേ എൻ്റെ അടുത്ത് മിണ്ടാതിരിക്കാൻ വേണ്ടി പറഞ്ഞത്, അതുകൊണ്ടാണ്. നിങ്ങൾക്ക് നന്നായിട്ട് വേദനിക്കുന്നുണ്ടോ, ദേഷ്യം വരുന്നുണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ദേഷ്യം വന്നങ്ങ് വണ്ടേ കയറിയതാണ്. പക്ഷേ നീയല്ലേ എൻ്റെ അടുത്ത് പറഞ്ഞത് പ്രശ്നം ഉണ്ടാക്കരുത് എന്നുള്ള കാര്യം. ഇനി ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാല് പെണ്ണിന്റെ വീട്ടുകാരെല്ലാരും കൂടി കയറിയിട്ട് എന്റെ തലയിലിട്ട് പ്രശ്നം മൊത്തം എന്റെ നെഞ്ചത്തോട്ടിടും. പിന്നെ വെറുതെ എന്തിനാണ് എന്ത് കരുതിയിട്ട് നിങ്ങൾക്ക് വേദനിക്കുന്നുണ്ടെന്നുള്ള കാര്യം പറഞ്ഞുകൂടായിരുന്നോ? അതിന് മാത്രം വേദനയൊന്നുമില്ല, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കാലിന്റെ അവിടെ നോക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും ഇല്ല കുഴപ്പമില്ലാത്ത വിട്ടേക്ക് രേവതി എന്ന് പറയാണ്. അയ്യോ ഞാൻ സംസാരിച്ചു പോയില്ലേ, വീണ്ടും ഞാൻ സൈലന്റ് മോഡിൽ ഇരിക്കാം എന്ന് പറഞ്ഞിട്ട് ചെരുപ്പ് ഊരിയിട്ട് കാലിങ്ങനെ തടവെന്നൊക്കെ ഉണ്ട് കേട്ടോ സച്ചി. അത് കാണുമ്പോൾ രേവതിക്ക് ഭയങ്കരമായിട്ട് വിഷമമൊക്കെ തോന്നുന്നുണ്ട്. തുടർന്ന് മഹിമയ്ക്ക് അരികിലേക്ക് ആ രണ്ടുപേരും കൂടി ചെല്ലുന്ന സമയത്ത് എന്താണ് നീ ചവിട്ടിയിട്ട് അവനെന്താ ഒരു റിയാക്ഷൻ ചെയ്യാതെ, അവനെന്താ ഒരു പ്രശ്നം ഉണ്ടാക്കാതെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഷൂ കാണിച്ചിട്ട് ചേച്ചി ഇതൊന്ന് നോക്ക്, ഇത് എന്ത് വെയിറ്റ് ഉള്ള ഷൂ ആണ് എന്നുള്ള കാര്യം. വേദന അവന് ഉറപ്പായിട്ട് വന്നിട്ടുണ്ട്. അതിലവന് ദേഷ്യം വന്നിട്ട് ഉറപ്പായിട്ട് അവൻ എന്നെ വന്ന് അടിച്ചേനെ. വേദനിച്ച പോലെ ഒന്നും ചെയ്യാതെ അവന് ഒരു റിയാക്ഷനും തരാതെ ശരണമയ്യപ്പ എന്ന് പറഞ്ഞു വിളിച്ച അവന് ഞാൻ എങ്ങനെ അടിക്കുന്നു? നീ വെറുതെ പറയണ്ട, നീ ശരിക്കും അവനെ ചവിട്ടിയിട്ടുണ്ടാവില്ല, ഞാൻ സത്യമായിട്ടാണ് പറയുന്നത് ചേച്ചി. വിശ്വാസം വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് നോക്കുക എന്ന് പറഞ്ഞിട്ട് മഹിമയുടെ കാലിലൊരു ചവിട്ട് കൊടുക്കാൻ കേട്ടോ. അതിനിട്ടിട്ട് മഹിമയാണെങ്കിൽ അവന്റെ കാരണം നോക്കി ഒന്ന് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പട്ടി നീ എന്തിനാണ് എന്നെ ചവിട്ടിന്ന് വെച്ചിട്ട് പൂരെ തെറി വരികയാണേ. മഹിമ തെറി വിളിക്കുന്നത് കേട്ടിട്ട് ചെവി പൊത്തി വെക്കുന്നുണ്ട് കേട്ടോ അതിലൊരാള്. ചേച്ചി കണ്ടില്ലേ, ചേച്ചിക്ക് എന്നെ ഇത്രയും ദേഷ്യം വരുന്നുണ്ട്, ആരാണെങ്കിലും ഇങ്ങനെ തന്നെ ചെയ്യാം. ചേച്ചിയുടെ കാലിൽ ഞാൻ മൈൽഡായിട്ടാണ് ചവിട്ടിയത്, എന്നാൽ അവന്റെ കാലിൽ ഞാൻ ചവിട്ടി മെതിച്ചു, ആരാണെങ്കിലും എന്നെ അടിക്കുമായിരുന്നു. എന്നാൽ അയാള് ചിരിച്ച പോലെയാണ് ഇരിക്കുന്നത്. ഇത്രയും സമാധാനമായിട്ടുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. അവനെ ദേഷ്യം പിടിപ്പിക്കുന്നത് കുറച്ച് കഷ്ടമാണ്. നീ ചുമ്മാ ഓരോ കാര്യം പറയരുത്. ഇന്ന് അവൻ ദേഷ്യപ്പെടണം, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവണം. ഒരടി എല്ലാവരും സഹിക്കും, പക്ഷെ അതിന് മേലെ വേറൊരടിയും കൂടി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ താങ്ങാൻ വേണ്ടി പറ്റില്ല ആർക്കും. എന്റെ കയ്യിൽ വേറൊരു പ്ലാനുണ്ട്, അത് ഞാൻ നോക്കിക്കോളാം എന്ന് ചേച്ചിയുടെ അടുത്ത് പറയണേ. മറ്റേ ആള് ഇവനെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി വെച്ചിട്ട് ഞാൻ ഇനി എത്ര അടി മേടിക്കണം എന്നുള്ള കാര്യം അറിയില്ലല്ലോ ദൈവം. അങ്ങനെ സച്ചിക്ക് ഒരു കോള് വരുന്നുണ്ട്. ഞൊണ്ടി പോയിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. കാല് ഞൊണ്ടുന്ന രീതിയിൽ അവന് വേദനയുണ്ട്. എന്നിട്ടും ഇവൻ എന്തോ ഒരു പ്രശ്നം ഉണ്ടാക്കാണ്ടിരുന്ന എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് മഹിമ ചിന്തിക്കുന്നത്. അത് കഴിഞ്ഞ് ചന്ദ്രമതിയും അതുപോലെ ഭാമയും കൂടി ചേർന്നിട്ട് ശ്രുതിക്കരികിലേക്ക് ചെല്ലുവാണേ. ശ്രുതി സമയാവുന്നു എന്നുള്ള കാര്യം പറയുമ്പോൾ ആന്റി ഞാൻ ഓൾമോസ്റ്റ് റെഡിയാണെന്ന്. ശ്രുതി ഞാൻ നിന്റെ കാര്യമല്ല പറഞ്ഞത്, നിന്റെ അച്ഛൻ എവിടെയെന്ന് ചോദിക്കുകയാണേ. മഴ വരുന്നു എന്ന് പറയുന്നത് പോലെ നീ ഇങ്ങനെ നിന്റെ അച്ഛൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ എന്ന് ഭാമ. ഇനിയും ആളെ കാണുന്നില്ല. അവര് വരും ആന്റി എന്നുള്ള കാര്യം പറയുമ്പോൾ എപ്പോന്ന് ചോദിക്കുകയാണെ ചന്ദ്ര. ഞാനിപ്പോഴും കോൾ ചെയ്ത് നോക്കി, പക്ഷെ നോട്ട് റീച്ചബിൾ എന്നാ പറയുന്നത്, ഫ്ലൈറ്റ് തന്നെയാണെന്ന് തോന്നുന്നു. നീ എന്താ ശ്രുതി ബാലവാടിയിലെ കുട്ടികള് റൈംസ് പാടുന്നത് പോലെ ഇത് തന്നെ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എപ്പോഴാണ് വരുക? ചന്ദ്രമതി ദേഷ്യപ്പെടുന്ന സമയത്ത് ഭാമ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ ഇപ്പൊ ചന്ദ്ര ദേഷ്യപ്പെടുന്നതെന്ന്. പിന്നെ ദേഷ്യം പിടിക്കാതെ എന്താ ചെയ്യുക? വർഷയുടെ ഫംഗ്ഷന്റെ കൂടെ ഇവളെ കാര്യം കൂടി നടത്തണം എന്നുള്ള കാര്യത്തെ കുറിച്ച് ഞാൻ മഹിമയുടെ അടുത്ത് പറഞ്ഞത് ഇവളുടെ അച്ഛൻ വരാൻ വേണ്ടിയിട്ടാണ്. ഇനിയും അവരെ കാണുന്നില്ലല്ലോ. എനിക്ക് ആന്റി മനസ്സിലാകും, എന്തായാലും അച്ഛൻ പോന്നിട്ടുണ്ട്, പക്ഷെ എന്നാലും ടെൻഷൻ തന്നെയല്ലേ. കാരണം ഞാന് വർഷയുടെ അമ്മയുടെ അടുത്തും അച്ഛന്റെ അടുത്തും നിന്റെ അച്ഛൻ വരുന്നു എന്നുള്ള കാര്യം വലിയ കാര്യമായിട്ട് തന്നെ പറഞ്ഞു. അവരും അവരുടെ സ്വന്തക്കാരുടെ അടുത്ത് നിന്ന് മലേഷ്യയിൽ നിന്ന് നിന്റെ അച്ഛൻ വരുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. അതുകൊണ്ടാണ് എനിക്ക് ആകെ ഒരു ചങ്കെടുപ്പ്. അപ്പൊ ഇത് താലി പിരിച്ചു കോർക്കൽ ഫംഗ്ഷൻ അല്ലേ, മലേഷ്യയിലുള്ള ഇവളുടെ അച്ഛന്റെ വരവേൽപ്പ് ഫംഗ്ഷൻ ആണോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഭാമ ചോദിക്കുകയാണ്. അവര് വരാണ്ടിരുന്നു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ മുമ്പിൽ എന്റെ മാനല്ലേ പോവാ, എല്ലാവരും എന്നെ കുറിച്ച് എന്താ വിചാരിക്കുക? ശ്രുതി വീണ്ടും വിളിക്ക്. ആന്റി വീണ്ടും കോൾ ചെയ്ത് കഴിഞ്ഞാലും നോട്ട് റീച്ചബിൾ തന്നെയാണ് വരിക, വേണമെങ്കിൽ ആന്റി തന്നെ കേട്ടു നോക്കുക എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുത്തിട്ട് കേൾപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ല ആന്റി എന്നുള്ള കാര്യം പറയുകയാണെ. ആരുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് നോട്ട് റീച്ചബിൾ കേൾപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോ എന്താ ചെയ്യാന്നുള്ള ടെൻഷനിലാണ് ചന്ദ്രമതി. അപ്പോഴേക്കും മാമ പറയുന്നുണ്ട്, ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ തന്നെ നമ്മളെ കോണ്ടാക്ട് ചെയ്യും, നീ ടെൻഷൻ അടിക്കില്ല ചന്ദ്രേ. എന്തേലും ആവട്ടെ, പെട്ടെന്ന് തന്നെ റെഡിയാവാനുള്ള പണി നോക്കെന്ന് പറയണേ.
പോകുന്ന വഴിയിൽ വെച്ചിട്ട് നമ്മുടെ ശ്രുതിയുടെ കഴുത്തിലുള്ള ചെയിന് നോക്കുന്നുണ്ട് കേട്ടോ. എന്താ കഴുത്തിൽ സ്വർണ്ണമൊന്നും ഇല്ലാത്തെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അവള് സ്വർണ്ണം ഇട്ടിട്ടുണ്ടല്ലോ, എന്താ നിങ്ങക്ക് കണ്ണുണ്ടൂടെ എന്നുള്ള കാര്യം മീര ചോദിക്കുന്നുണ്ട്. ഞാനെന്താ കണ്ണ് കാണാത്തവളെന്നാണോ നീ വിചാരിച്ചത്? ഇത്രയും കുറവ് സ്വർണ്ണം ഇട്ടിരിക്കുന്നു, അവിടെ വർഷ കഴുത്ത് നിറയെ സ്വർണ്ണം ഇട്ടിട്ടുണ്ട്. ഇനി അവളുടെ കഴുത്തിൽ ഇടാൻ വേണ്ടിയിട്ട് സ്ഥലമില്ല, അത്രയ്ക്ക് സ്വർണ്ണം ഇട്ടിട്ടുണ്ട്. അതൊക്കെ വിട്. എന്തായാലും ശ്രുതിയുടെ അച്ഛൻ വരുന്നുണ്ടല്ലോ, അവര് വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് ഷീർ വെക്കല്ലോ എന്നുള്ള കാര്യത്തെ കുറിച്ച് പറയണേ. അപ്പൊ ചന്ദ്രമതിക്ക് ചെറിയൊരു ആശ്വാസം ആവുന്നുണ്ട്. അതും ശരി തന്നെയാണ്. കിലോ കണക്കിന് കൊണ്ടുവരാൻ വേണ്ടി പോകുന്നു. എങ്ങനെയും ഒരു 2-3 കിലോ വരില്ലേ എന്നുള്ള കാര്യം ചോദിക്കണേ ശ്രുതിയുടെ അടുത്ത്. ആന്റി, അവരെന്താ കോയമ്പത്തൂരിന്ന് പച്ചക്കറി മേടിച്ചുകൊണ്ട് വരുവാണോ? നീ എന്താ പറഞ്ഞെന്ന് മീരയുടെ അടുത്ത് ചോദിക്കുമ്പോ മീരയുടെ വായിന്ന് അറിയാണ്ട് വീണോ ഇതാണല്ലോ. അത് കസ്റ്റംസ് പിടിച്ചു വെക്കല്ലോ, അത്രയും സ്വർണ്ണൊന്നും കൊണ്ടുവരാൻ വേണ്ടി പറ്റില്ല എന്ന് പറഞ്ഞതാണ്. എന്തായാലും കുറച്ചെങ്കിലും മേടിച്ചോണ്ട് വരുമല്ലോ, അതുവരെ മറ്റുള്ളവരെ ചോദ്യം ചെയ്തുകൊണ്ടേ ഇരിക്കില്ലേ. എന്നിട്ട് ചന്ദ്രയുടെ കഴുത്തിലുള്ള ഒരു ചെയിൻ ഊരിയിട്ട് കൊടുക്കുവാണ് കേട്ടോ ചെയ്യുന്നത്. ഇല്ല ആന്റി, കുഴപ്പമില്ല എന്ന് പറയുമ്പോ വേണ്ട, നിന്റെ അച്ഛൻ വന്ന് പോയി കഴിഞ്ഞതിന് ശേഷം ഞാൻ മേടിച്ചോളാം എന്ന് പറയണേ. അപ്പോഴേക്കും ഇത് കാണുമ്പോ ബാമ പറയുന്നുണ്ട്, ഒരു മരുമകളുടെ മുമ്പില് മറ്റു മരുമകളെ കുറച്ച് പറയരുതെന്നുള്ള രീതിയിൽ നീ കാണുന്നില്ലേ, നിനക്ക് വലിയ മനസ്സാന്ന് ചന്ദ്രയുടെ അടുത്ത് പറയുന്നുണ്ട്. അത് ആർക്ക് മനസ്സിലാവാനാ എന്നുള്ള കാര്യം ചന്ദ്ര തുടർന്ന് ശ്രുതിയുടെ അടുത്ത്, നിന്റെ അച്ഛൻ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയ ഉടനെ തന്നെ നിന്നെ വിളിക്കില്ലേ, അപ്പം തന്നെ എന്റെ അടുത്ത് പറയണം, എല്ലാവരും പുറത്തു പോയിട്ട് അവരെ സ്വീകരിച്ചു കൊണ്ടുവരണം. ശരി ആന്റി, പറയാന്നുള്ള കാര്യം ശ്രുതിയും. അങ്ങനെ ചന്ദ്രയും ബാമയും അവിടെ നിന്ന് പോവാണ് കേട്ടോ. അങ്ങനെ ചന്ദ്രമതി പോയി കഴിയുന്ന സമയത്ത് മുല്ലപ്പൂ അങ്ങ് പുറകിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് ആകെ കലിപ്പിലിരിക്കാണ് കേട്ടോ. എന്താടി ഇങ്ങനെ ഒരു കോല് പൊട്ടിട്ട് പോയത് അവരെന്നുള്ള കാര്യത്തെ കുറിച്ച് ചോദിക്കുമ്പോ ഞാൻ പറഞ്ഞില്ലേടി, അല്ല നീ ആരുടെ ഫോണിലേക്ക് വിളിച്ചപ്പോഴാണ് നോട്ട് റീച്ചബിൾ വരുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതെന്റെ പഴയ നമ്പറാണ്, ആ നമ്പറാണ് ഞാൻ അച്ഛന്റെ പേരെന്ന് പറഞ്ഞ് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നീ എന്തായാലും കറക്റ്റ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. നീയല്ലേ കുറെ നേരമായിട്ട് അയാൾ കാറിൽ വന്നോണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം പറഞ്ഞ് അയാൾ വന്നോന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും കഥകിന് വന്നിട്ട് ആരോ മുട്ടുന്നുണ്ട്. ചെന്ന് തുറന്നു നോക്കുന്ന സമയത്ത് മീര ഏർപ്പാടാക്കിയ അയാളാണ് കേട്ടോ. അയാൾ വന്നിട്ട് ഇതാണ് നിങ്ങളുടെ ഫ്രണ്ട് എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് ശ്രുതിയുടെ അടുത്ത്. അതേന്ന് മീര പറയുമ്പോൾ ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയില്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഒക്കെ ഓർമ്മയുണ്ട്. വെള്ളടിച്ച് നിൽക്കുന്ന സമയത്ത് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഞാനത് പക്കവായിട്ട് ചെയ്യും. ആരാണ് സ്വർഗത്തിലേക്ക് അയക്കേണ്ട ആളെന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും ശ്രുതി ചോദിക്കുന്നുണ്ട്, എടി നീ കൊല്ലാൻ വേണ്ടി പറഞ്ഞോ? ഇല്ലടി, നിങ്ങൾ എന്തൊക്കെയാ പറയുന്നെന്നുള്ള കാര്യം മീര ചോദിക്കുന്നുണ്ട് അയാളടുത്ത്. അല്ല, ഈ കള്ളു കുടിച്ചു കഴിഞ്ഞാൽ എന്തായാലും സ്വർഗത്തിലേക്ക് പോകുന്ന പോലെയല്ലേ, നിങ്ങൾ എങ്ങോട്ടെങ്കിലും പോ, ഞങ്ങളെ നരകത്തിലാക്കാണ്ടിരുന്നാ മതി. ആളെ കാണിച്ചു തരാ എന്ന് പറഞ്ഞിട്ട് നേരെ കൊണ്ടുപോയിട്ട് സജിയെ കാണിക്കുകയാണ്. ആളെ കണ്ടാൽ തന്നെ അറിയാം നല്ല കുടിയനാണെന്നുള്ള കാര്യം പറയുന്നുണ്ട്. ആദ്യം നിങ്ങൾ അയാളെ ഫുള്ള് കുടിപ്പിക്കണം, ബാക്കി എന്ന് പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും ബാക്കി എന്താ നിങ്ങൾക്ക് കൊണ്ടുതരണോ എന്നുള്ള കാര്യം ശ്രുതിയുടെ അടുത്ത് ചോദിക്കുമ്പോൾ അതല്ല, ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം എന്നാ പറഞ്ഞത്. എന്നാ ശരി എന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് പോവാണ്. തുടർന്ന് വീണ്ടും സച്ചിയും അതുപോലെ രേവതിയാണ് കേട്ടോ കാണിക്കുന്നത്. ഇപ്പൊ കാലിന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ മൂളിയിട്ട് ഇല്ല എന്നുള്ള രീതി പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എന്റെ അടുത്തെങ്കിലും ഭാഗത്ത് തുറന്നിട്ട് മറുപടി പറഞ്ഞോട്ട് നല്ല രീതിയിൽ ചോദിക്കുമ്പോൾ ഇപ്പൊ കുഴപ്പമില്ല ശരിയായി എന്ന് പറയാണേ. ഇത്ര നേരമായി എന്താ ഇനിയും ഫംഗ്ഷൻ തുടങ്ങാത്തെന്നുള്ള കാര്യം ചോദിക്കുകയാണ് സജി. അവരൊക്കെ റെഡി ആയിട്ട് വരണ്ടേ എന്നുള്ള കാര്യം രേവതി ചോദിക്കുമ്പോൾ ഒരു പെണ്ണിനെ തന്നെ പകുതി ദിവസം എടുക്കും, അപ്പൊ 2 പെണ്ണാവുമ്പോഴേക്കും എന്നുള്ള കാര്യം പറയുമ്പോൾ എന്തിനാ നിങ്ങൾ ധൃതി പിടിക്കുന്നത്, നടക്കുമ്പോഴും നടക്കട്ടെ, ഫംഗ്ഷനൊക്കെ നടക്കേണ്ട സമയത്ത് നടന്നോളൂ. അല്ല രേവതി, താലി കെട്ടുന്ന സമയത്ത് ആദ്യം തന്നെ സ്വർണ്ണത്താലി കെട്ടിയ പോരെ, പിന്നെ പോരാത്തതിനൊരു ഫംഗ്ഷൻ പോലെ വെച്ചിരിക്കുന്നു. അതിനെല്ലാത്തിനും സജിയായിട്ട് ഒരു കാരണം ഉണ്ടാവുന്നുള്ള കാര്യം പറയുമ്പോൾ സജി അതിന് കാരണം എന്നുള്ള കാര്യം ഞാൻ പറയട്ടെ. അതെ, ഇപ്പൊ സാധനങ്ങൾ വിൽക്കുന്ന ആൾക്കാര് കുറച്ച് സാമ്പിളിന് സാധനങ്ങൾ കൊടുക്കില്ലേ, അത് കഴിഞ്ഞതിന് ശേഷം വലിയ വിലക്ക് വെക്കില്ലേ. ഈ ഡിഷ് TV ഒക്കെ 30 ദിവസം ഓഫർ എന്ന് പറഞ്ഞിട്ട് ഫ്രീ ആയിട്ട് കൊടുക്കില്ലേ, അതുപോലെ തന്നെയാണ് കല്യാണവും. താലി പിരിച്ചു കോർക്കുന്ന അതുവരെ കല്യാണം ഒരു സാമ്പിൾ എങ്ങനെ ഇരിക്കും അതുപോലെ ആയിരിക്കും. സെറ്റ് ആണെന്നുണ്ടെങ്കിൽ കൺഫേം ചെയ്യാം, അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യാം. ഇത് കേൾക്കുമ്പോൾ രേവതി ഇങ്ങനെ ദേഷ്യത്തോടു കൂടി നോക്കുവാണേ. അപ്പോഴേക്കും കയ്യിൽ നിന്ന് പോയിന്ന് മനസ്സിലാവാണ് സജിക്ക് കേട്ടോ. തുടർന്ന് രേവതി ചോദിക്കുന്നുണ്ട്, എങ്ങനെ സജിയേട്ടന് മാത്രം ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ വേണ്ടി പറ്റുന്നത്, ഭയങ്കര അറിവോടുകൂടി ചിന്തിക്കുന്നു അല്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ പൊട്ടത്തരം പറയുന്നു രേവതി. ഇനി നിങ്ങൾ എന്റെ അടുത്തും സംസാരിക്കേണ്ട, മിണ്ടാതിരിക്കുന്നത് തന്നെ നല്ലത്. അത് കഴിഞ്ഞ് സജിക്ക് ഒരു കോള് വരുന്നുണ്ട് കേട്ടോ. ഈ കോളൊന്ന് അറ്റൻഡ് ചെയ്തോട്ടെ എന്നുള്ള കാര്യം ആക്ഷനിലൂടെയാണ് കാണിക്കുന്നത്. അപ്പൊ തല കെട്ടുന്നുണ്ട് രേവതി. അങ്ങനെ പോയിട്ട് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സച്ചി ഫോണിൽ സംസാരിക്കുന്നത് കണ്ടുകൊണ്ട് മഹിമ മറ്റേ ആളെ സച്ചിക്ക് അരികിലേക്ക് അയക്കുകയാണ്. അങ്ങനെ അയാൾ വന്നിട്ട് സച്ചിന്റെ പുറക്കത്തിലിട്ടിട്ട് ഒരൊറ്റ കുത്തു കൊടുക്കുകയാണ് കേട്ടോ. എന്തൊക്കെയുണ്ട് ജയരാമ എന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ടാണ് അടിക്കുന്നത്. അപ്പോഴേക്ക് സച്ചി അങ്ങ് തിരിഞ്ഞിട്ട് നല്ല ദേഷ്യത്തിൽ വരുന്നുണ്ട്. അയ്യോ സോറി സാർ, എന്റെ ഫ്രണ്ട് ജയരാമനാണെന്ന് വിചാരിച്ചിട്ടാണ് അടിച്ചത്. ഞാൻ ജയറാമും അല്ല മോഹൻലാലും അല്ല, ആളെ കണ്ടെങ്കിൽ മനസ്സിലാവില്ലേ. പിന്നിൽ നിന്ന് കണ്ടപ്പോൾ അവരെ പോലെ തന്നെ തോന്നി എന്നുള്ള കാര്യം പറയുമ്പോൾ മുഖം വന്നിട്ട് മുമ്പൊന്നും നോക്കണ്ടടാ. അങ്ങനെ രേവതിയാണെങ്കിൽ കലി തുള്ളിയിട്ട് നിങ്ങൾ എങ്ങനെ അവരുടെ പുറത്തടിക്കുക എന്നുള്ള കാര്യം പറയണേ. എന്നിട്ട് ദേഷ്യം പിടിക്കുമ്പോൾ രേവതിയെ തടഞ്ഞു നിർത്താണ് സച്ചി. അവര് ഫ്രണ്ടാണെന്ന് കരുതിയിട്ട് അറിയാണ്ട് പോയി അടിച്ചതാണെന്നുള്ള കാര്യം പറയുന്നുണ്ട് കേട്ടോ. ഫോണിൽ സംസാരിക്കുന്നത് കൊണ്ട് എനിക്ക് ശബ്ദം കേട്ടപ്പോൾ അങ്ങനെ തോന്നി എന്നൊക്കെ അയാൾ പറയുമ്പോൾ അതെങ്ങനെയാ നിങ്ങൾക്ക് തോന്നുന്നത്, മുമ്പിൽ വന്നിട്ട് നോക്കിയിട്ട് വേണ്ട ആളെ നോക്കാം. എന്റെ മേല് തെറ്റൊന്നുമില്ല, അറിയാണ്ട്
നടന്നു എന്നുള്ള കാര്യം അയാൾ പറയുമ്പോൾ അതെങ്ങനെ അറിയാതെ നടക്കുന്നതെന്ന് ചോദിച്ചിട്ട് രേവതി ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അറിയാതെ നടന്നതല്ലേ രേവതി, വിട്ടേക്ക്. എന്ത് പോട്ടെ എന്ന് നിങ്ങൾ എന്താ എന്നെ പാവം കണ്ടത് വിടുന്നത് പോലെ അവരെ സമാധാനമായിട്ട് നിൽക്കുവാണ്. നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന രേവതി, നിങ്ങൾ എന്താ ചെയ്യാന്നൊക്കെ ചോദിച്ചിട്ട് അയാൾ തട്ടിക്കയറുന്ന സമയത്ത് ഒന്നും ചെയ്യാൻ വേണ്ടി പോകുന്നില്ല. ഇനി അടിക്കുന്ന സമയത്ത് മുഖം കണ്ടിട്ട് അടിക്കണം, ചേട്ടൻ ചെല്ല് എന്ന് പറഞ്ഞിട്ട് നൈസായിട്ട് സച്ചി പറഞ്ഞു വിടുകയാണ് കേട്ടോ. ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന മഹിമയ്ക്ക് ആകെ ടെൻഷൻ ആവാണ്. 2 പ്ലാനും സക്സസ് ആയില്ലല്ലോ. അങ്ങനെ അവർ തിരിച്ച് വീണ്ടും മഹിമയ്ക്ക് അരികിലേക്ക് എത്തുമ്പോൾ എന്താടാ പറ്റിയെന്നുള്ള കാര്യം ചോദിക്കുകയാണ്. നീ അടിച്ചതിന് അവൻ ദേഷ്യപ്പെട്ടില്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇല്ല ചേച്ചി, ചിരിച്ചുകൊണ്ട് പോവാ ചെയ്തത്. ഞാനും ഒന്ന് റൈസായിട്ട് സംസാരിച്ചു, പക്ഷെ അവൻ ദേഷ്യപ്പെടുന്നേ ഇല്ല. അവനെ എങ്ങനെ ദേഷ്യം പിടിപ്പിക്കണ്ടെന്നുള്ള കാര്യം ചേച്ചി എനിക്ക് അറിയില്ല, അതൊന്നും എനിക്ക് അറിയണ്ട. അവൻ ഇന്ന് ദേഷ്യപ്പെട്ടിട്ട് പ്രശ്നം ഉണ്ടാക്കണം, ഇല്ലെങ്കിൽ ഞങ്ങൾ 2 പേർക്കും എന്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നു പറഞ്ഞിട്ടാണ് മഹിമ അവിടുന്ന് പോകുന്നത്. തുടർന്ന് രേവതി സച്ചിയുടെ അടുത്ത് വേദനിക്കുന്നുണ്ടോന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ഒരടിക്കൊന്നും ഒതുങ്ങുന്നവനല്ല ഞാന്, പക്ഷെ എന്ത് ചെയ്യാനാ, ലൈറ്റായിട്ട് ചെറിയൊരു വേദന ഉണ്ടെന്ന് പറയുകയാണെ. എങ്ങനെ പോയാലും ഇത് ശരിക്ക് എന്നെ തന്നെ ടാർഗറ്റ് ചെയ്ത് വരുന്നതാണോ അല്ലയോ എന്നുള്ള കാര്യം അറിയില്ല. എങ്ങനെ പോയാലും എല്ലാം എന്റെ തലയിൽ തന്നെയാണെന്നൊക്കെ സച്ചി പറയുന്നുണ്ട്. എന്തായാലും സച്ചിയേട്ടൻ നല്ല സമാധാനത്തോടു കൂടി ഇരുന്നില്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ വേറെ വഴിയില്ലല്ലോ. ആരടുത്തും സംസാരിക്കാൻ പാടില്ല എന്നും ആരെയും ചീത്ത വിളിക്കരുത് അടിക്കരുത് എന്നുള്ള കാര്യം പറഞ്ഞു പോയില്ലേ. എന്തായാലും അവന്റെ ഭാഗ്യം എന്നെ അടിച്ചിട്ട് ഞാൻ അവനെ വെറുതെ വിട്ടെന്നുള്ള കാര്യം പറയുമ്പോ എന്തായാലും സച്ചിയേട്ടാ അവരെ അറിയാണ്ട് അടിച്ചതെന്നല്ല എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. ഇതെല്ലാം നടക്കുന്നത് കണ്ടിട്ട് നീ ആരോ മനഃപൂർവ്വം പറഞ്ഞു വിട്ടതുപോലെയാണല്ലോ എനിക്ക് തോന്നുന്നത്. ഓഹോ, അപ്പൊ ഞാനാണ് ആളെ വിട്ടിട്ട് നിങ്ങൾ അടിച്ചെന്നാണോ നിങ്ങൾ പറയുന്നത്? എന്റെ ക്ഷമയെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാവാലോ എന്നുള്ള കാര്യത്തെ കുറിച്ച് സച്ചി പറയുന്ന സമയത്ത് രേവതി എന്നെ കണ്ടിട്ട് മറ്റുള്ളവരെ അടിച്ചിട്ട് വേദനിപ്പിക്കുന്ന രാക്ഷസിയെ പോലെയാണ് നിങ്ങൾക്ക് തോന്നുന്നത്. ഇത് കേൾക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട്, അഴകായ രാക്ഷസിയെ പോലെയുണ്ട്. അത് കേൾക്കുമ്പോൾ രേവതിയും ചിരിക്കുകയാണ്. നിങ്ങൾ അങ്ങനെ ആളെ വിട്ട് അടിക്കേണ്ട കാര്യമൊന്നുമില്ല, എനിക്ക് അടിക്കണം എന്ന് തോന്നിയാൽ ഞാൻ തന്നെ എന്ന് പറയുമ്പോഴേക്കും കൈ കൂപ്പാണ് സച്ചി. ഓൾറെഡി വരുന്നവനും പോകുന്നവനൊക്കെ എന്നെ അടിക്കുന്നത്, ഇനിയിപ്പോ നിന്റെ ഒരു കുറവും കൂടിയേ ഉള്ളൂ. അങ്ങനെ ചവിട്ടിയവനെ ഞാൻ തെറി വിളിക്കാൻ വേണ്ടി പോയതല്ലേ, നിങ്ങളല്ലേ പിടിച്ചു വെച്ചെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവസാനം എല്ലാം കൂടി അവൻ എന്റെ തലയിലിടും. ഈ ഫംഗ്ഷൻ ഒരു പ്രശ്നമില്ലാണ്ട് നടക്കണം. ആ കുഴപ്പമില്ലല്ലോ, നിങ്ങൾക്കും വർഷയുടെയും അതുപോലെ ശ്രുതിയുടെ മേലെയൊക്കെ സ്നേഹം ഉണ്ടല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അവറ്റിങ്ങളോട് ഞാൻ എന്തിനാ സ്നേഹിക്കുന്നത്? പ്രശ്നമൊന്നും നടക്കരുത് എന്നുള്ള കാര്യം ഞാൻ വിചാരിക്കുന്നതേ അവിടെ ഇരിക്കുന്ന മനുഷ്യല്ലേ അവർക്ക് വേണ്ടിയിട്ടാണ്, രവിയെ കാണിച്ചിട്ടാണ്. അച്ഛന്റെ മനസ്സ് വേദനിക്കുന്ന രീതിയിൽ ഒന്നും സംഭവിക്കാൻ വേണ്ടി പാടില്ല. അച്ഛനും അതുപോലെ നിനക്കും വേണ്ടിയിട്ട് ഞാൻ ഇവിടെ സൈലന്റ് ആയിട്ട് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഓരോരുത്തന്മാര് വേണമെന്ന് വെച്ച് എന്നെ വന്ന് അടിക്കുന്നതെന്ന് പറയുമ്പോൾ അവരെന്തിനാ നിങ്ങളെ വേണമെന്ന് വെച്ച് അടിക്കുന്നത്? അവരുടെ ഫ്രണ്ടാണെന്ന് വിചാരിച്ചിട്ട് അടിച്ചല്ലെന്ന് ചോദിക്കുമ്പോൾ വേണമെന്ന് വെച്ചിട്ടല്ലാണ്ട് എന്തിനാ ഫ്രണ്ടിന് ഇങ്ങനെ ആരെങ്കിലും അടിക്കൂ? നീ സാധാരണ പോലെ പറയുന്നു, അടിമേടിച്ചത് ഞാനല്ലേ. ഇപ്പൊ നിന്റെ പുറകിൽ വന്നിട്ട് ഒരാൾ അടിച്ചിട്ട് അഞ്ജലി എന്ന് പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞ് നീ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് അഞ്ജലി അല്ലാന്ന് മനസ്സിലാക്കിയിട്ട് അയ്യോ എന്റെ ഫ്രണ്ട് അഞ്ജലിയാണെന്ന് വിചാരിച്ച് അടിച്ചിട്ട് പോയതാന്നുള്ള കാര്യം പറയുമ്പോൾ നിനക്ക് അതിന്റെ ഫീല് മനസ്സിലാകും. അല്ല, ആരാ അഞ്ജലിന്ന് ചോദിക്കേണ്ട രേവതി? ഉദാഹരണത്തിന് പേര് പറഞ്ഞതാണെന്നുള്ള കാര്യം സച്ചി പറയുമ്പോൾ ഉദാഹരണത്തിനാണെന്നുണ്ടെങ്കിലും ഒന്ന് ചിന്തിക്കുക പോലും ചെയ്യാതെ പെട്ടെന്ന് എങ്ങനെ നിങ്ങൾക്ക് അഞ്ജലി എന്നുള്ള പേര് കിട്ടിയത്? രേവതി, എന്താ നീ എനിക്ക് വായല പെട്ടെന്ന് കിട്ടിയ പേര് പറഞ്ഞതാ? ഇങ്ങനെ നീ കുഴപ്പിക്കുന്ന ചോദ്യമൊന്നും ചോദിക്കല്ലേ, ഞാൻ വായ മൂടിയിട്ട് മിണ്ടാതിരുന്നോളാം, അതാണ് എനിക്ക് നല്ലത്. തുടർന്ന് രവിയുടെ അടുത്ത് അശോകൻ ചോദിക്കുന്നുണ്ട് കേട്ടോ, അല്ല ഈ സച്ചി എന്താ അവിടെ തന്നെ ഇരിക്കുന്നത്? ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി ആകെ ആഘോഷമാക്കുന്ന ആളാണല്ലോ, ഇതെന്താ മിണ്ടാതെ അവിടെ പോയിരിക്കുന്നത്? അവൻ എനിക്ക് തരുന്ന മര്യാദയാണ്, അവന്റെ അടുത്ത് മിണ്ടാതിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. അവൻ കാരണം വേറൊരാൾക്കൊരു പ്രശ്നം വരരുത്, അവന് ആരെങ്കിലും ചെന്നിട്ട് ദേഷ്യം പിടിപ്പിക്കരുത് എന്നുള്ള രീതിയിലാണ് ഞാൻ അവന്റെ അടുത്ത് മിണ്ടാതിരിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. എന്നാലും ഇത് കുറച്ച് ഓവർ മര്യാദ തന്നെ ആയിപ്പോയി. അവൻ അവിടെ ഇരിപ്പുണ്ടെന്നുള്ള കാര്യം പോലും അറിയുന്നില്ല എന്ന് പറയുമ്പോൾ നല്ലതല്ലേ? അതുകൊണ്ട് അവനെ ആരും കുറച്ച് സംസാരിക്കില്ലല്ലോ. തുടർന്ന് ബാമ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. രേവതി, നീ എന്താ ഇവിടെ വന്നിരിക്കുന്നത്? ഏതോ വിരുന്നുകാരിയെ പോലെ വന്നിട്ട് ഇവിടെ ഇരിക്കുന്നത് എന്താ? നിന്നെ ചന്ദ്രവതി വിളിക്കുന്നുണ്ടെന്നുള്ള കാര്യം പറയുന്ന സമയത്ത് വേണ്ട ആന്റി, ഇത് നമ്മുടെ വീട്ടിൽ നിന്ന് ചെയ്യുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാം ചെയ്യുമായിരുന്നു. ഇത് അവരുടെ സമ്പ്രദായം കാര്യങ്ങളെ കുറിച്ചൊന്നും എനിക്ക് അറിയില്ലല്ലോ, അതുകൊണ്ടാണ് ഇവിടെ ഇരുന്നത്. അത് ശരി തന്നെയാണ്, ചന്ദ്രൻ എന്തോ പണിയുണ്ടെന്നുള്ള കാര്യം പറഞ്ഞു, നീ അവളെ ഒന്ന് സഹായിക്കുന്നു പറഞ്ഞിട്ട് ബാമ പോവാണേ. സച്ചിയേട്ടാ, ഞാൻ അമ്മയുടെ അടുത്ത് പോയിട്ട് വരാം എന്ന് പറയുമ്പോൾ അയ്യോ രേവതി എന്നെ വിട്ടിട്ട് പോവല്ലേ എന്ന് പറയണേ. അയ്യോ ഞാൻ ഇവിടെ തന്നെയുണ്ട് സച്ചിയേട്ടാ. ഇല്ല രേവതി, എനിക്ക് നീ ഇവിടെ ഉള്ളപ്പോൾ തന്നെ എന്നെ അടിക്കും മെതിക്കുകയൊക്കെ ചെയ്യുന്നു, നീ ഇല്ലാണ്ട് എനിക്ക് ഇവിടെ ഇരിക്കാൻ വേണ്ടി പറ്റില്ല, നീ തന്നെ തനിയെ വിട്ട് പോവല്ലേ എന്ന് പറയുമ്പോൾ അതൊന്നും ഉണ്ടാവില്ല, ഞാൻ പെട്ടെന്ന് തന്നെ വരാം. ഇവിടെ നടക്കുന്ന കാര്യമൊന്നും അങ്ങനെ മനഃപൂർവ്വം നടക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നത്, ആരോ എനിക്കിട്ട് മനഃപൂർവ്വം പണി തരുന്നത് പോലെ. സച്ചിയേട്ടൻ്റെ അടുത്ത് വേണമെന്ന് വെച്ചിട്ട് ആരിങ്ങനെയൊക്കെ ചെയ്യാനാണ്? വെറുതെ ഓരോന്ന് വിചാരിക്കണം. ഇപ്പൊ നീ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ആരുടെടുത്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കില്ല എന്നുള്ള കാര്യം നിനക്ക് ഡൗട്ടില്ലെന്ന് ചോദിക്കുകയാണേ. എനിക്ക് നിങ്ങളുടെ അടുത്ത് ഒരു ഡൗട്ടും ഇല്ല, നിങ്ങൾ ഒരു പ്രശ്നം ഉണ്ടാക്കില്ല എന്നുള്ള കാര്യം എനിക്ക് വിശ്വാസമുണ്ട്. ഇങ്ങനെ ഇവിടെ മിണ്ടാതിരുന്നാൽ മതി, ഞാൻ ഇപ്പൊ വരാം എന്ന് പറഞ്ഞിട്ട് രേവതി